Hello, welcome back to my YouTube channel. It's me, Sarah. And also, welcome to the part 3 of photography lessons. ഇന്ന് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു ഫോട്ടോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഗ്രിഡ് ലൈൻസ്. ഗ്രിഡ് ലൈൻസ് നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൻ്റെ സെറ്റിംഗ്സിൽ നോക്കിയാലേ കാണും. ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് യൂഷ്വലി അതാരും ഓൺ ചെയ്യില്ല. അതൊരു ഡിസ്റ്റർബൻസ് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഫോട്ടോ എടുക്കുമ്പോൾ. പക്ഷേ ഗ്രിഡ് ലൈൻസ് വെച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ഫോട്ടോയുടെ സിമെട്രിയും ഫോട്ടോയുടെ ഒരു അറേഞ്ച്മെൻറ്റ്സും അതിൻ്റെ ഒരു പ്രൊഫഷണൽ ലുക്കും ഒക്കെ വരാനായിട്ട് ഗ്രിഡ് ലൈൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫോട്ടോയെ കറക്റ്റ് സെൻറ്ററിലാക്കാനോ അല്ലെങ്കിൽ ഒരു കറക്റ്റ് സിമെട്രിക്കലായിട്ട് അറേഞ്ച് ചെയ്യാനോ നമുക്ക് ഗ്രിഡ് ലൈൻസ് ഹെൽപ്ഫുൾ ആണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ക്ലിക്സ് എടുക്കുക എന്നുള്ളതാണ്. അതും ഒരേ സ്ഥലത്ത് വെച്ച് തന്നെയല്ല, പല ഡയമെൻഷൻസിൽ പല രീതിയിൽ കൊണ്ടുപോയിട്ട് പല ആംഗിളിൽ നമ്മൾ ഒരേ കാര്യത്തിൻ്റെ തന്നെ പല പല ക്ലിക്സ് എടുക്കുക. ആൻഡ് വി ക്യാൻ സെലക്ട് ദ ബെസ്റ്റ് ഓഫ് ദാറ്റ്. പ്രത്യേകിച്ച് നമ്മൾ പൂവിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ യൂഷ്വലായിട്ട് എല്ലാവരും എടുക്കുന്ന ഒരു 2-3 പോസ്റ്റർ ഉണ്ടാവും. ഒന്ന് തന്നെ നേരെ അല്ലെങ്കിൽ ഒരു സൈഡിൽ. ഈ 2 സൈഡ് മാറ്റി നിങ്ങൾ വേറെ വേറെ ഡയമെൻഷൻസിൽ ഫോട്ടോ എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ വ്യത്യസ്തമാവുകയും ചെയ്യും, അത് കാണാനായിട്ട് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുകയും ചെയ്യും. ഇനി ഫോട്ടോ എടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സൂമിങ് ആൻഡ് ക്രോപ്പിംഗ്. നമ്മൾ മാക്സിമം ഫോട്ടോസ് സൂം ചെയ്യാതെ എടുക്കാതിരിക്കാൻ നോക്കാം. സൂം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രമേ ഫോട്ടോയിൽ വരൂ, അത് ഓക്കെ. പക്ഷേ അതിൻ്റെ ക്ലാരിറ്റി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സൂം ചെയ്യാതെ ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചിട്ട് അത് ക്രോപ്പ് ചെയ്തെടുക്കുക. ഇത് 3 സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള 3 ഫോട്ടോഗ്രാഫി ടിപ്സ്. സോ ഈ രീതി ട്രൈ ചെയ്ത് നിങ്ങൾ ഫോട്ടോ എടുത്ത് നോക്കുക. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. കൂടുതൽ ടിപ്സിനായിട്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ്.